ചില കാര്യങ്ങൾ കേട്ടുകേൾവി മാത്രമേ കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് കക്കയം ഉരക്കുഴി വെള്ളച്ചാട്ടം. ഉരക്കുഴി എന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വെള്ളം വന്ന് ചാടി 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 പാറയ്ക്കെല്ലാം താഴോട്ട് ഉരുള് പോലെ പൊത്ത ആൾക്കാരുണ്ടാക്കിയതല്ല. ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ കൂടിയല്ല ആദ്യം വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഉരുള് പോലെ പാട പൊത്തിക്കൊടിയെല്ലാം പോയിട്ട് ഇത് പല പല ഭാഗത്ത് പോകുന്നത്, നേരിട്ട് പോകല്ല. അതിന് ഉദാഹരണം മാത്രമാണ് ഏറ്റവും താഴ്ഭാഗത്ത് കൊണ്ട് ഇടത്തുനിന്ന് വലത്തോട്ട് പതവല എഴുതുന്നുണ്ടോ, പാറയുടെ മുകളിൽ കൂടെ അധികം വെള്ളം ഒഴുകി പോകുന്നില്ല. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മുകളിൽ കൂടെ അധികം വെള്ളം ഒഴുകുന്നത്. ഇവിടെ പാറ പൊത്തിക്കൂടെ പോയിട്ട് ഇത് പല പല ഭാഗത്ത് പൊതുന്നുകൊണ്ട് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും ഉരക്കുഴി വെള്ളച്ചാട്ടം വീണ് പോയാൽ പോയ ആൾ പോയി, കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു വെക്കൂടാ. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നറിയപ്പെടുന്നു. പക്ഷേ അപകടങ്ങൾ സംഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടില്ല. പക്ഷെ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സഖാബ് രാജൻ്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്നു, കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അന്ന് തൊട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഈ പുഴ കടന്ന് കാട്ടിക്കൂടെ കയറി ആ ചാഞ്ഞിക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗം കാണുന്നത്. അങ്ങനെയാണ് കക്കയവും ഉരക്കുഴി വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങി. ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ താഴെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, കരിയാത്തുംപാറ തോണിക്കടവ്. ആ തോണിക്കടവിലേക്ക് ഒഴുകിപ്പോകുന്ന വെള്ളമാണ്. ഇതിൻ്റെ അടിഭാഗത്തൊരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചൊരു എത്തണമെങ്കിൽ ആ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയിൽ കൂടെ മാത്രം 2 മലയുടെ ഇടയിൽ കൂടെ പുഴ പോയിക്കുക. പുഴയിൽ കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ രീതിയിൽ പാറയിൽ കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് എത്താനൊക്കെ ഉള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് നോക്കി നിന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് ആഞ്ഞ് പതിക്കുന്ന കാണത്തില്ല, പാറ പൊത്തിക്കൂടെയല്ല വെള്ളം പോകുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം. നമ്മൾ അരിപ്പാറ, സൂചിപ്പാറ, തുഷാരഗിരി, അതിരപ്പള്ളിയെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് ആഞ്ഞ് പതിക്കുന്നതാണ്, ഇത് കാണില്ല. ഈ പാലം ഉണ്ടായിരുന്നു, നമുക്ക് ആ തൂക്കുപാലത്ത് നിന്നാൽ ഇതിൻ്റെ യഥാർത്ഥ കുഴിയെല്ലാം കാണാം. പക്ഷെ പൊളിഞ്ഞു പോകാൻ കാരണം 2018 പ്രളയത്തിൽ കക്ക അണക്കെട്ട് തുറന്നു വിട്ടു. കാട്ടിലെ വെള്ളങ്ങൾ കൂടി പാലം മൂടി എന്ന് പറഞ്ഞാൽ 3 ദിവസം പിന്നെയാണ് കമ്പിവേലിയിലോട്ടെ. വേറെ പ്രത്യേകമാണ് ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചായുള്ള പാറ, നെറ്റി, കണ്ണ്, മൂക്ക്, വായു തടിച്ച് ഈ തള്ളിക്കുന്ന പാറ, ഇത് ഈ പാറ. ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിൻ്റെ സെൻ്ററാണ്. റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ 5 മണി വരെ മാത്രമേ ഇവിടെ നിർത്തുള്ളൂ. 10 കിലോമീറ്റർ തലയാട് ചീടിക്കുഴി, 18 അടിവാരം, 31 ലക്കടി, 33 പടിഞ്ഞാറത്തറ ബാണാസുര സാഗർ. ബാണാസുര സാഗറിൽ നിന്ന് വെള്ളം തുറന്നുവിട്ട കക്ക അണക്കെട്ട് വരും. കക്ക അണക്കെട്ട് തുറന്നുവിട്ട പെരുണാമൂഴി അണക്കെട്ടിലേക്ക് പോകും. ഇത് വയനാട്ടിൽ വെച്ചിറക്കുന്ന കാടായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കടുവയുണ്ട്, പുലിയുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. പിന്നെ അപ്പക്കുട്ടം വള്ളിക്കുന്നതിൻ്റെ ലേഖനത്തിൽ രാജൻ്റെ ബോഡി പഞ്ചസാര ഇട്ട് കത്തിച്ച പാറ കാണിക്കുന്ന ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ ഈ പാറയാണ്. ഇതെല്ലാം എട്ടുകളിപ്പ് മാത്രമേ കേട്ടോ. ഓക്കെ, എൻ്റെ പേര് സലോമി കക്കയം. 20 വർഷമായി. ഞങ്ങൾ ആദ്യകാലത്ത് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ സമയത്ത് മൊബൈൽ സംവിധാനം ഇല്ലായിരുന്നു. ഇപ്പം ഈ മൊബൈൽ വന്നതോടുകൂടി ആൾക്കാർ ഇതെല്ലാം എടുത്തിട്ട് യൂട്യൂബിലിട്ടിപ്പം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ ഒഴുകാൻ തുടങ്ങിയിങ്ങോട്ട്.